പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. കട്ട് ദ കോട്ട് അക്കോർഡിംഗ് ടു ദ ക്ലോത്ത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് നമ്മൾ പണ്ടെല്ലാം ഉപയോഗിച്ചിരുന്ന പഴഞ്ചൊല്ലാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നേരുന്ന ഒരു പഴഞ്ചൊല്ല് തന്നെയാണത്. പക്ഷേ ഇപ്പോഴത്തെ മക്കളെടുത്ത് പറഞ്ഞാൽ അവർ പറയും അത് പെണ്ണുമ്പിള്ളയ്ക്ക് വട്ടായിട്ട് പറയുന്നതാണ്. കാരണം ആ ഒരു തുണിക്കനുസരിച്ച് കോട്ട് കട്ട് ചെയ്താൽ അത് കോട്ടും നഷ്ടം, സമയവും നഷ്ടം, പണവും നഷ്ടം, എല്ലാം നഷ്ടം തന്നെയാണെന്ന് അവർ പറയും. കാരണം അവരുടെ മനസ്സിൽ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് അർത്ഥം ജീവിത സായാഹ്നത്തിലെത്തി നിൽക്കുന്ന കുറേ പഴഞ്ചൻ മനുഷ്യന്മാർക്ക് സമയം കളയാനും ജീവിതത്തിൽ എന്തൊക്കെയോ പറഞ്ഞങ്ങോട്ടും ഇങ്ങോട്ടും ഉല്ലസിക്കാനുമുള്ള വെറും പാഴ്വാക്കുകളാണ് പഴഞ്ചൊല്ലുകൾ എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ മനുഷ്യനനുസരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടിച്ച് അത് കാച്ചിക്കുറുക്കിയ വാക്കുകളാക്കി, ആ വാക്കുകൾക്ക് ചെറിയ ഒരു വാചകങ്ങളാക്കി നമുക്ക് സമ്മാനിച്ച നമ്മളെ പൂർവികന്മാർ നമുക്ക് സമ്മാനിച്ച ഒരു വലിയ സമ്പത്ത് തന്നെയാണ് പഴഞ്ചൊല്ല് എന്ന് പറയുന്നത്. പഴഞ്ചൊല്ലുകളുടെ നമ്മൾ അനുസരിക്കുകയും അതിലൂടെ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ജീവിതം ഒരുപാട് നന്മയിലെത്തുമെന്ന് നമ്മുടെ സീനിയർ സിറ്റിസന്മാരായ നമുക്കെല്ലാം അറിയാം. എങ്കിലും അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞൂടാ. കാരണം പണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന സിലബസിൽ പഴഞ്ചൊല്ലുകളുടെ വിപുലീകരണം എന്ന ഒരു സിലബസ് തന്നെ ഉണ്ടായിരുന്നു. കോമ്പോസിഷൻ എഴുതുമ്പോൾ അത് പഴഞ്ചൊല്ലുകൾ വിപുലീകരിക്കുക എന്നും, ഇംഗ്ലീഷിലാണെങ്കിൽ എക്സ്പാൻഡ് ദ ഐഡിയ എന്നും ഒക്കെ പറഞ്ഞ് പഴഞ്ചൊല്ലുകൾ തരുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം അത് കഥകളിലൂടെയും വാക്കുകളിലൂടെയും എല്ലാം അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു പേജ് നിറച്ച്, ഒരു പേജല്ല 2-3 പേജ് നിറച്ച് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ അതെല്ലാം നല്ല ഒരു ഓർമ്മകൾ തന്നെയായിരുന്നു ഈ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ പഴഞ്ചൊല്ലുകൾ ഒരിക്കലും അത് നമ്മൾ അറിയാനോ കുട്ടികളിലേക്ക് എത്തിക്കാനോ ശ്രമിക്കുന്നില്ല. പക്ഷേ അത് എത്തിക്കുമ്പോൾ മാത്രമാണ് പഴഞ്ചൊല്ലുകളുടെ ഗുണം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കാണുന്നു കണ്ണിഹ തുറക്കിൽ അടക്കിരന്ധൻ താനുള്ളിൽ മേവുമറിവിങ്ങു വരായികയാലേ ജ്ഞാനം പുറത്തു തനിയേ വരികില്ല, കണ്ണുവേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ എന്ന്. നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന 2 കണ്ണുകൾ കൊണ്ടാണ് നമ്മൾ കാണുന്നത്. കണ്ണുള്ളവനെല്ലാം കാണും എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മൾ മനഃപൂർവ്വം കണ്ണടച്ചു വെച്ചാൽ ഈ ലോകത്തിൽ നടക്കുന്ന ഒന്നും നമുക്ക് കാണാനോ ആസ്വദിക്കാനോ അറിയാനോ പറ്റുകയില്ല. അതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് നമ്മുടെ മഹാഭാരതത്തിലെ ഗാന്ധാരി കണ്ണടച്ച് വെച്ച് പല മണ്ടത്തരങ്ങളും പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് കൗരവർക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കണ്ണ് കാണണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നു വെക്കണം. കണ്ണ് തുറന്നു വെച്ചാൽ മാത്രം പോലെ അറിയാനുള്ള ഒരു ജിജ്ഞാസയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് ചുറ്റും എന്താണ് ഉള്ളത് എന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ. അപ്പോൾ ആ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ഒരു ഉൾക്കണ്ണ് കൂടി ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ ഈ ഉൾക്കണ്ണ് തുറന്നു വെച്ചാൽ മാത്രമേ നമുക്ക് എല്ലാം കാണാൻ പറ്റുകയുള്ളൂ. അതായത് കണ്ണിന് കാഴ്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ കണ്ണ് തുറന്നു വെച്ചാൽ മാത്രം പോരാ, കണ്ണിന് ഒരു കൃഷ്ണമണി കൂടി ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം ധന്യതയിലും നന്മയിലും ഒക്കെ എത്തണമെങ്കിൽ പഴഞ്ചൊല്ലുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പഴഞ്ചൊല്ലുകളുടെ മഹിമ മനസ്സിലാകുന്നത്. നന്ദി, നമസ്കാരം.